കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ച് ഒന്നാം ഘട്ട വികസന പദ്ധതി മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. ലോകോത്തര നിലവാരത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. കേരളത്തിന്റെ ടൂറിസം മേഖല കുതിപ്പിലാണെന്നും മുഴപ്പിലങ്ങാട് നാഴികക്കല്ലാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 1.5 കിലോമീറ്റർ ദൂരത്തിൽ മനോഹരമായ നടപ്പാത, കളിസ്ഥലം, പുൽത്തകിടി, ഇരിപ്പിടങ്ങൾ, അലങ്കാര ലൈറ്റുകൾ, ശില്പങ്ങൾ, ടോയ്ലറ്റുകൾ, ആരെയും അതിശയിപ്പിക്കുന്നതാണ് മുഴപ്പിലങ്ങാട്ടെ പുതിയ കാഴ്ചകൾ. 79.5 കോടി രൂപ ചെലവഴിച്ചാണ് വികസന പദ്ധതികളുടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയത്. അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും അഭിമാനകരമായ നേട്ടങ്ങളുമാണ് കേരള ടൂറിസം കൈവരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ കേരളത്തിന് പൊതുവിലും കണ്ണൂരിന് പ്രത്യേകിച്ചും ടൂറിസം വികസന രംഗത്ത് ഒരു നാഴികക്കല്ലായി മാറുന്ന ഒന്നാണ് ഇവിടെ ഒന്നാം ഘട്ടം പൂർത്തിയാകുന്ന ഈ പദ്ധതി. സംസ്ഥാനം ടൂറിസം രംഗത്ത് വലിയൊരു കുതിപ്പിലാണ് നിൽക്കുന്നത്. വിനോദസഞ്ചാരികൾ, ആഭ്യന്തര സഞ്ചാരികളുമുണ്ട്, വിദേശ സഞ്ചാരികളുമുണ്ട്. ഇവരെയെല്ലാം കൂടുതലായി ആകർഷിക്കാൻ ഈ ബീച്ചിന് കഴിയുമെന്നാണ് പ്രത്യേകത. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവ് ഇൻ ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിൽ വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ കൂടുതൽ പേരെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 4 ഘട്ടങ്ങളിലായി പദ്ധതി പൂർത്തിയാകും. 233.71 കോടി രൂപയാണ് ആകെ പദ്ധതി ചെലവ്. കൈരളി ന്യൂസ്, കണ്ണൂർ.